ഹായ് ഫ്രണ്ട്സ്, TJS വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ഞാൻ തങ്കച്ചൻ, റിട്ടയേർഡ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ. ഇന്ന് ഓട്ടോറിക്ഷകളില്ലാത്ത ഒരു കേരളത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുമോ? പൊതുഗതാഗത സംവിധാനത്തിൽ തികച്ചും അവിഭാജ്യ ഘടകമാണ് ഇന്ന് ഓട്ടോറിക്ഷകൾ. സ്വകാര്യ ബസ്സുകളോ അല്ലെങ്കിൽ KSRTC ബസ്സുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് ഓട്ടോറിക്ഷകളെയാണ്. ഈ ഓട്ടോറിക്ഷകളുടെ ഈ യാത്രക്കൂലി സംബന്ധിച്ച് ധാരാളം തർക്കങ്ങളും പരാതികളും എല്ലാം ഈ മോട്ടോർ വാഹന വകുപ്പിന് ലഭിക്കുന്നുണ്ട്. എന്നാൽ അത്രയധികം പരാതികളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് പരാതികൾ മാത്രമാണ് മോട്ടോർ വാഹന വകുപ്പിന് ഇത് സംബന്ധിച്ച് ലഭിക്കുന്നത്. എന്നാൽ പോലും ഇന്ന് ഗ്രാമപ്രദേശങ്ങളിൽ ഈ ഓട്ടോറിക്ഷകൾ ഉപയോഗിക്കുന്ന സമയത്ത് പലപ്പോഴും പരാതികൾ ഉയരുന്നുണ്ട്. അതിൻ്റെ മുഖ്യ കാരണം തന്നെ അമിതമായിട്ടുള്ള യാത്രക്കൂലി എന്നുള്ള ഒരു കാര്യമാണ്. ഈ അടുത്ത ദിവസങ്ങളിലാണ് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. ഓട്ടോറിക്ഷകളിൽ മീറ്റർ പ്രവർത്തിക്കാതെ അങ്ങനെ ഓട്ടം പോവുകയാണെന്നുണ്ടെങ്കിൽ യാത്രാ സൗജന്യം എന്നുള്ള രീതിയിലുള്ള സ്റ്റിക്കറെല്ലാം പതിക്കും, അതിനുള്ള നിർദ്ദേശങ്ങളെല്ലാം നൽകും എന്ന് അങ്ങനെ ഒരു പ്രസ്താവന കണ്ടു. ഇതുപോലുള്ള ഒത്തിരി തമാശകൾ നമ്മുടെ ഗതാഗത മന്ത്രിയും ട്രാൻസ്പോർട്ട് കമ്മീഷണറും ഒക്കെ എല്ലാം പുറപ്പെടുവിക്കുന്നുണ്ട്. ഏതായാലും ഓട്ടോറിക്ഷകളിൽ മീറ്റർ പ്രവർത്തിക്കണം എന്നുള്ളത് നിയമപരമായിട്ടുള്ള ഒരു കാര്യമാണ്. മീറ്റർ ഇടാതെ ഓട്ടം പോകുന്നത് കുറ്റകരവുമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ധാരാളം ആളുകൾ എന്നോട് ചോദിക്കുകയുണ്ടായി, എന്താണ് നമ്മുടെ ഈ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള യാത്രാ നിരക്കുകൾ? 2022 മെയ് 1 മുതലാണ് ഈ യാത്രാ നിരക്കുകൾ നിലവിൽ വന്നത്. ഏതായാലും ആ യാത്രാ നിരക്കുകളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ നിലവിലുള്ള ഓട്ടോറിക്ഷ നിരക്കുകൾ അത് പ്രാബല്യത്തിൽ വന്നത് SRO 399/2022 എന്നുള്ള ആ ഗസറ്റ് വിജ്ഞാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2022 മെയ് 1 മുതലാണ്. ഓട്ടോറിക്ഷയുടെ ഫെയർ മീറ്റർ ഇടാതെ യാത്ര തുടങ്ങുന്നത് കുറ്റകരമാണ്. മീറ്റർ ഇട്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് യാത്രക്കാരൻ്റെയും ചുമതലയാണ്. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട് തുടങ്ങിയ കോർപ്പറേഷൻ പരിധിയിലും കണ്ണൂർ, പാലക്കാട്, കോട്ടയം തുടങ്ങിയ വലിയ പട്ടണങ്ങളുടെ പരിധിയിലും മീറ്റർ ചാർജ് മാത്രമേ ഈടാക്കാനായിട്ട് അനുവാദമുള്ളൂ. രാവിലെ 5 മണിക്കും രാത്രി 10 മണിക്കും ഇടയിലുള്ള യാത്രയ്ക്ക് മിനിമം ചാർജ് 30 രൂപയാണ്. ഈ 30 രൂപയ്ക്ക് 1.5 കിലോമീറ്റർ യാത്ര നിങ്ങൾക്ക് നടത്താവുന്നതാണ്. അതിനുശേഷമുള്ള ഓരോ 100 മീറ്ററിനും 1.5 രൂപ നിരക്കിൽ അല്ലെങ്കിൽ ഓരോ കിലോമീറ്ററിനും 15 രൂപ നിരക്കിൽ ചാർജ് ഈടാക്കാവുന്നതാണ്. ഗ്രാമപ്രദേശങ്ങളിൽ രാവിലെ 5-നും രാത്രി 10 മണിക്കും ഇടയിലുള്ള മടക്കയാത്ര ഇല്ലെങ്കിൽ മിനിമം ചാർജ് കഴിഞ്ഞു വരുന്ന തുകയുടെ 50% കൂടി യാത്രക്കൂലി നൽകണം. മടക്കയാത്ര ഉണ്ടെങ്കിൽ മീറ്ററിൽ കാണിക്കുന്ന തുക മാത്രം നൽകിയാൽ മതിയാകും. രാത്രി 10 മണിക്കും രാവിലെ 5 മണിക്കും ഇടയിലുള്ള യാത്രയ്ക്ക് മീറ്ററിൽ കാണിക്കുന്ന തുകയുടെ 50% കൂടി യാത്രക്കൂലി നൽകേണ്ടി വരും. മടക്കയാത്ര ഉള്ള അവസരങ്ങളിൽ വെയിറ്റിംഗ് ചാർജായിട്ട് ഓരോ 15 മിനിറ്റിനും 10 രൂപ നിരക്കിൽ വെയിറ്റിംഗ് ചാർജ് നൽകണം. അത് ഒരു ദിവസത്തേക്ക് മാക്സിമം 250 രൂപയാണ് വെയിറ്റിംഗ് ചാർജായിട്ട് ഈടാക്കാനായിട്ട് പാടുള്ളൂ.